പ്രിയപ്പെട്ടവരെ, നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി ഈ സമയത്ത് ഒരുങ്ങുകയാണ്. കർത്താവ് മഹത്വത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കണ്ടുമുട്ടുകയാണ്. സായാഹ്നമായപ്പോൾ അവർ അനേകം പിശാച് ബാധിതരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ അടുത്തേക്ക് കടന്നു വന്ന എല്ലാ രോഗികളെയും കർത്താവ് സുഖപ്പെടുത്തി. ആരെയും അവൻ വെറും കൈയോടെ പറഞ്ഞുവിടുന്ന ഒരു ദൈവമല്ല. നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന കർത്താവാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുകയാണ്. അവിടെ തളർവാദ രോഗിയായ തൻ്റെ വൃദ്ധനു വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ കടന്നു വന്നൊരു വ്യക്തി. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, എൻ്റെ വൃദ്ധൻ കഠിനമായി തളർവാദ രോഗം പിടിച്ച് കഠിന വേദന അനുഭവിക്കുക. 7-ാം തിരുവചനത്തിൽ യേശു പറയുകയാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു സഹജീവിയുടെ വേദന, കൂടെയുള്ളവൻ്റെ വേദന മനസ്സിലാക്കി കടന്നു വന്ന ആ വ്യക്തിയുടെ അഭ്യർത്ഥന കേട്ട് ഈശോ അവനോട് പറയുകയാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ഓർക്കുക, ഈ രാത്രിയിൽ ദൈവം നമ്മളെ സുഖപ്പെടുത്തുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം തുറന്നു വിടുന്ന ഒരു രാത്രിയാണ്. കഴിഞ്ഞ കാലയളവിൽ ശാലോം നൈറ്റ് വിജയ് ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന ജീവിതങ്ങൾ, രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചവർ, അവരുടെ കണ്ണുനീർ ധാരധാരയായി കർത്താവിൻ്റെ സന്നിധി ചൊരിയുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. ഒരു സാക്ഷ്യം ഇവിടെ വായിക്കുകയാണ്. എൻ്റെ പേര് സുജാൻ. എൻ്റെ 5 വയസ്സുള്ള ഇളയ മകൻ ഫിലിപ്പിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. 2020 ഏപ്രിൽ മോന് ലുക്കേമിയ ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. അതിന് ട്രീറ്റ്മെൻ്റ് എടുത്ത് 15 ദിവസമായപ്പോൾ സൈഡ് എഫക്റ്റായി ബ്രെയിൻ ക്ലോട്ടായി. മോന് ഒരു സൈഡ് വീക്ക് ആകുകയും ICUവിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. അവൻ വളരെ ക്രിട്ടിക്കൽ അവസ്ഥയിൽ ശാലോമിൻ്റെ നൈറ്റ് വിജിൽ പ്രേയറിൽ റിക്വസ്റ്റ് അപേക്ഷിക്കുകയും വളരെയധികം പേർ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഈശോനെ സൗഖ്യപ്പെടുത്തുകയായിരുന്നു. പിറ്റേന്ന് MRI സ്കാൻ ചെയ്തപ്പോൾ ബ്ലഡ് ക്ലോട്ട് സൈസ് ചെറുതായി, അതിനാൽ ബ്രെയിൻ സർജറി ഒഴിവായി അവനെ ICUവിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കുവാനും സാധിച്ചു. വീണ്ടും 1 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ബോൺമാരോ ടെസ്റ്റ് നോർമലായാൽ ശാലോമിൽ സാക്ഷ്യപ്പെടുത്താമെന്നും നേർന്നിരുന്നു. ഇതിൻ്റെ ഫലമായി ടെസ്റ്റ് റിസൾട്ട് നോർമലായി. ഈശോ ഞങ്ങളുടെ കുഞ്ഞിന് വലിയ അത്ഭുതകരമായ സൗഖ്യം നൽകിയതിനോർത്ത് ദൈവത്തിന് മഹത്വം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സുജാ ജെഫി USA നിന്നാണ് ഈ കത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുക. യേശു പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. പിതാവ് പ്രവർത്തിക്കുന്ന പിതാവിനെ പോലെ നിരന്തരം പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തു, ആ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മറ്റൊരു സാക്ഷ്യം കൂടി നമ്മൾ ശ്രവിക്കുകയാണ്. എൻ്റെ പേര് ജിബി ജോൺ. ഞാൻ പാലാ രൂപതയിൽ വടകര ഇടവകയിൽ താമസിക്കുന്നു. സെപ്റ്റംബർ 3-ാം തീയതി 2021 നടന്ന നൈറ്റ് വിജിൽ കിട്ടിയ ഒരനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു നേഴ്സാണ്. സെപ്റ്റംബർ 2-ന് എനിക്ക് UK ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് സങ്കടത്തോടെ സെപ്റ്റംബർ 3-ാം തീയതിയിലെ നൈറ്റ് വിജിലിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. കണ്ണീരോടെ ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഏകദേശം 9:30 രാത്രി സമയമായപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു പ്രേരണയെ അനുസരിച്ച് ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ സെലക്ട് ആയിരിക്കുന്നു എന്ന മെയിലാണ് കാണുവാൻ ഇടവന്നത്. എനിക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത കാര്യം. എത്ര നന്ദി സ്തുതിയും ഈശോയ്ക്കും മാതാവിനും ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. വലതുകരടുത്തെന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശെന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ,
ആ സഹോദരി നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഒരു പ്രചോദനം നൽകിയ, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക, നീ ഇപ്പോൾ തന്നെ മെയിൽ ചെക്ക് ചെയ്യുക. ആ സമയത്ത് തന്നെ മെയിൽ ഓപ്പൺ ആകുമ്പോൾ ഇതാ അവളുടെ ആ സഹോദരിയെ സെലക്ട് ചെയ്തുകൊണ്ടുള്ള മെയിലാണ് കടന്നു വന്നത്. വലതെടുത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം, നാം പ്രാർത്ഥിക്കുന്ന ദൈവം, അവിടുന്ന് നമ്മുടെ കണ്ണുനീര് തുടച്ചു നീക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കാലഘട്ടത്തെ ഒന്ന് കണ്ണോടിച്ചാൽ അറിയാം, വലിയ പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഒരു മഹാമാരി കൊണ്ടുവന്ന ദുരന്തം അനേക കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കി, അനേകരുടെ വരുമാന മാർഗം അടഞ്ഞു. അവരുടെ മക്കളുടെ ഭാവി വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുക. അനേകരും നിലവിളിക്കുക, നാളെ ഓർത്തുൽക്കണ്ടപ്പെടുക, അവരുടെ മുമ്പിൽ വഴികൾ അടയ്ക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, ആ ശതാധിപൻ അവൻ തൻ്റെ ഭൃത്യന് വേണ്ടിയാണ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നത്. ആ ശതാധിപൻ വന്ന് ഈശോയോട് പറഞ്ഞു, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിക്കുക, അവനത് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ആ സ്നേഹമുണ്ടല്ലോ, അവൻ്റെ കൂടെയുള്ളവനോടുള്ളൊരു കരുതലുണ്ടല്ലോ, ആ ഒരു കരുതൽ ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ചിലരെങ്കിലും അല്ലെങ്കിൽ അനേക വ്യക്തികൾ ഈ മഹാമാരിയുടെ പ്രതിസന്ധി അനുഭവിക്കുന്നവരാകാം. നമുക്ക് അവരെയൊക്കെ ഒന്ന് ഓർക്കാം, അവരെ ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ സമയം നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ദൈവീയത കണ്ണുകളൊന്ന് അടയ്ക്കുക. നമ്മൾ ഈ കാലയളവിൽ അനേകരുടെ പ്രതിസന്ധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ വ്യക്തിപരമായി നമ്മളോട് പലരും പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടാകാം. അവരെല്ലാം ഒന്ന് ഈ സമയത്ത് ഓർക്കണമേ, അവരെല്ലാം ഒന്ന് ദൈവകരങ്ങളിൽ സമർപ്പിക്കണമേ. പഠനം പൂർത്തിയാക്കി അനേക യുവാക്കൾ മുമ്പോട്ട് പോകുവാൻ വഴി തെളിഞ്ഞു കിട്ടാതെ, ജോലി ലഭിക്കാതെ, ജോലി തടസ്സം, വിവാഹ തടസ്സം, ഭാവിയെക്കുറിച്ച് അവർക്ക് ഉത്കണ്ഠയാണ്, നിരാശയാണ്. അനേക മാതാപിതാക്കളുടെ ഹൃദയം നീറിപ്പുകയാണ്. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ വേദന നമ്മുടെ വേദനയായി തീരട്ടെ. ലോകത്തിൻ്റെ വേദനയെ സ്വന്തം വേദനയെ കാണുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി, ക്രിസ്തു അനുയായി എന്ന ബോധ്യത്തോടെ രണ്ട് കരങ്ങളും നമുക്കൊന്ന് ഉയർത്താം. ഈ വലിയ മഹാമാരിയുടെ ദുരന്തം പേറുന്ന തകർന്നുപോയ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, സാമ്പത്തിക പ്രതിസന്ധിയിൽ ആടി ഉലയുന്നവരെ എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി, രണ്ട് കരമുയർത്തി യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ. എല്ലാ തകർന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദന അനുഭവിക്കുന്ന ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കണ്ണീരടഞ്ഞ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തകർച്ചയുടെ വക്കലിരിക്കുന്ന ജീവിതങ്ങളെ ഉയർത്തി ആരാധിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ, യേശുവേ, യേശുവേ. ചേർന്ന് പാടാം. യേശുവേ, 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 യേശുവേ. രക്ഷ നൽകും യേശുവേ, ഹല്ലേലൂയ പാടാം. അമ്മേ, ജീവിക്കുന്ന ദൈവപുത്ര നിന്നെ ഞങ്ങൾ വാഴ്ത്താം. കരങ്ങളടിച്ചൊന്ന് പാടാമോ? രക്ഷ നൽകും യേശുവേ, ഹല്ലേലൂയ പാടാം. ജീവിക്കുന്ന ദൈവപുത്ര നിന്നെ ഞങ്ങൾ വാഴ്ത്താം. ജീവിക്കുന്നു യേശു, ജീവിക്കുന്നു ഇന്നും എന്നും യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു ഇന്നും എന്നും യേശു ജീവിക്കുന്നു. രക്ഷ നൽകും യേശുവേ, ഹല്ലേലൂയ പാടാം. ജീവിക്കുന്ന ദൈവപുത്ര നിന്നെ ഞങ്ങൾ വാഴ്ത്താം. രക്ഷ നൽകും യേശുവേ, ഹല്ലേലൂയ പാടാം. ജീവിക്കുന്ന ദൈവപുത്ര നിന്നെ ഞങ്ങൾ വാഴ്ത്താം. ജീവിക്കുന്നു യേശു ജീവിക്കുന്നു എന്നും എന്നും യേശു ജീവിക്കുന്നു. ജീവിക്കുന്നു യേശു ജീവിക്കുന്നു എന്നും എന്നും യേശു ജീവിക്കുന്നു. ശക്തി നൽകും ആത്മനെ ഹല്ലേലൂയ പാടാം.
ആമേൻ. നിത്യനാകും സ്നേഹമേ നിന്നെ ഞങ്ങൾ വാഴ്ത്താം. ശക്തി നൽകും ആത്മനെ ഹല്ലേലൂയ പാടാം. നിത്യനാകും സ്നേഹമേ നിന്നെ ഞങ്ങൾ വാഴ്ത്താം. ജീവിക്കുന്നു ആത്മൻ ജീവിക്കുന്നു, എന്നുമെന്നും നമ്മിൽ ജീവിക്കുന്നു. ജീവിക്കുന്നു ആത്മൻ ജീവിക്കുന്നു, എന്നുമെന്നും നമ്മിൽ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ സഭാമാതാവിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം. നമ്മളൊക്കെ സഭയുടെ മക്കളാണ്. സഭയിൽ നിന്ന് എന്തുമാത്രം നന്മകളും കൃപകളും ദൈവിക ശുശ്രൂഷകളും സ്വീകരിച്ചവരാ നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജനനം മുതൽ മരണം വരെ നമ്മോട് ചേർന്ന് നിൽക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ശുശ്രൂഷകൾ ഏറ്റെടുത്താണ് നമ്മൾ മുന്നേറുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ കാലയളവിൽ സഭ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. സഭ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. സഭയെ ദുർബലപ്പെടുത്തുവാനും സഭയെ സമൂഹമധ്യത്തിൽ അവഗണിക്കുവാനും സഭാ നേതൃത്വത്തെ താറടിച്ച് കാട്ടുവാനുമുള്ള സംഘടിത ശ്രമങ്ങൾ ലോകമെമ്പാടും സംഭവിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ സഭയുടെ മക്കളായ നമ്മൾ സഭയ്ക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ സഭയുടെ കാവലാളായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. സഭയുടെ വേദന നമ്മുടെ വേദനയായി മാറണം. സഭയുടെ നൊമ്പരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാരമായി മാറി നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒത്തിരി ദുർഘടമായ വഴികളിലൂടെയാണ് സഭ മുന്നേറേണ്ടത്. അവ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന, ആത്മീയതയെ വെല്ലുവിളിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രവണതകൾ സഭയ്ക്കെതിരെ അന്ധകാര ലോകം ഒന്നടങ്കമായി എതിരിടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സഭയുടെ മക്കളായ നമ്മൾ ഒതുങ്ങിക്കൂടുകയല്ല, മറിച്ച് സഭയുടെ പക്ഷം നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നവരായി നമ്മൾ മാറണം. പ്രിയപ്പെട്ടവരെ, ആഗോള കത്തോലിക്ക സഭയെ നമുക്ക് ഓർക്കാം. ഫ്രാൻസിസ് പാപ്പ ഏറെ സ്നേഹത്തോടെ ഈ സമയത്ത് ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർദിനാൾ തിരുസംഘത്തെ നമുക്ക് ഓർക്കാം. എല്ലാ പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും സഭയുടെ എല്ലാ മക്കളെയും സമർപ്പിക്കാം. സഭയുടെ എല്ലാ സംവിധാനങ്ങളെ സമർപ്പിക്കാം. സഭയിൽ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ശക്തമായ ഒരു ഇടപെടൽ ഈ കാലയളവിൽ ഉണ്ടാവണം. സഭയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നവീകരിക്കണം. സഭയിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, ആദ്യ കാലഘട്ടങ്ങളിൽ സഭയിൽ സംഭവിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ കാലയളവിൽ വീണ്ടും പരിശുദ്ധ കത്തോലിക്ക സഭയിൽ സംഭവിക്കണം. യേശു ക്രിസ്തു സഭയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന നാളുകൾ ഉണ്ടാവണം. ദൈവം മഹത്വപ്പെടുന്ന ശുശ്രൂഷകൾ സഭയിൽ ഉയർന്നു വരണം. രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. പ്രിയപ്പെട്ട അഭിഷക്ത വൈദികരെ നമുക്ക് ഓർക്കാം. സന്യസ്തരെ സമർപ്പിക്കാം. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കാം. സഭയുടെ അകത്തു നിന്നും പുറത്തു നിന്നും സഭയെ ദുർബലപ്പെടുത്തുവാൻ കടന്നു വരുന്ന എല്ലാ തിന്മയുടെ കരങ്ങളും പിൻവലിക്കപ്പെടുവാൻ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയെ സഭ വിശദീകരിക്കപ്പെടാൻ ആഗ്രഹിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി നമുക്ക് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ വിശദീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. സഭയിൽ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ ഈ കാലയളവിൽ സംഭവിക്കട്ടെ. സഭ ഉണരട്ടെ. ഹല്ലേലൂയ, യേശുവിനെ ഉയർത്താൻ, യേശുവിനെ ഘോഷിക്കാൻ തിരുസഭയെ വീണ്ടും ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, യേശുവിനെ ഉയർത്താൻ, ആമേൻ, യേശുവിനെ ഘോഷിക്കാൻ തിരുസഭയെ വീണ്ടും ഉണർത്തണമേ. ആത്മാവേ വീശണമേ, കാറ്റായി നീ വീശണമേ, ഉണർത്തണമേ തിരുസഭയെ വീണ്ടും. ആത്മാവേ വീശണമേ, ആത്മാവേ ഉണർത്തണമേ തിരുസഭയെ വീണ്ടും ഉണർത്തണമേ. ആത്മാവേ വീശണമേ, ആത്മാവേ ഉണർത്തണമേ തിരുസഭയെ വീണ്ടും ഉണർത്തണമേ. തിരുസഭയെ വീണ്ടും ഉണർത്തണമേ, തിരുസഭയെ വീണ്ടും ഉണർത്തണമേ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച്
മരിച്ച് ഉദ്ധാനം ചെയ്ത് മാനവകുലത്തെ നിത്യരക്ഷയിലേക്ക് നയിച്ചിട്ട് 2021 വർഷങ്ങളായി. ഇനിയും നമുക്കറിയാം, ലോകത്തിൽ യേശുവിനെ അറിയാത്ത ധാരാളം മക്കളുണ്ട്. 7 വൻകരകളിൽ 249 അധികം രാജ്യങ്ങളിലായി ഈശോ ആരാന്നറിയാതെ ആത്മാവ് നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ട്. അവർ അന്ധകാരത്തിലും അന്ധതയിലും കിടക്കുക. പാതിരാത്രിയിൽ യേശു ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, ഭൂമിയിൽ പ്രകാശം ഉദിക്കുക. കൂരിരുളിൻ്റെ ദേശത്ത് പ്രകാശം ഉദയം ചേർന്നു. രാത്രിയെ അവൻ പകലാക്കി മാറ്റിയ ദൈവമാണ്. എന്നിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ക്രിസ്തു ആരെന്നറിയാതെ അന്ധവിശ്വാസത്തിൽ കടക്കുന്ന ഒരു തലമുറയുണ്ട്. യേശുവിനെ അറിയാത്ത അനേക ജനതകളുണ്ട്. പ്രിയമുള്ളവരെ, അവരുടെ ആത്മാക്കൾ നിത്യനാശത്തിൻ്റെ പാതയിലായിരിക്കാം. അവരുടെ ജീവിതങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നേടേണ്ടിയിരിക്കുന്നു. യേശുവിനെ അറിഞ്ഞ് യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ ക്രിസ്തുവിൻ്റെ 2ാം വരവിന് മുമ്പ് ലോകം മുഴുവൻ യേശുവിനെ പ്രഘോഷിക്കപ്പെടേണ്ട ഒരു നാളുകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നമ്മൾ ഇന്ന് ഉയരണം. ആത്മാക്കൾ നശിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്ന, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അനേക വ്യക്തികൾ, കൂട്ടായ്മകൾ ഈ കാലയളവിൽ ഉയർന്നു വരണം. അവൻ്റെ കുരിശിലെ നിലവിളിയുണ്ടല്ലോ, എനിക്ക് ദാഹിക്കുന്നു. എന്തിനു വേണ്ടിയുള്ള ദാഹമാ? ആത്മാക്കൾ നശിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ യേശു നിലവിളിക്കുക. പ്രിയപ്പെട്ടവരെ, സ്വർഗം എത്രയും പെട്ടെന്ന് ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിന്റെ കൂടെ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ. ആ നല്ല കളം പ്രാർത്ഥിക്കുക. ദൈവമേ, യേശുവേ, നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോ എന്നെ കൂടി ഓർക്കണമേ. ഒരാത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതിന്റെ ഉത്തരം വൈകിക്കുന്നില്ല എന്ന് വിശുദ്ധ വചനം പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലും മാനസാന്തരം ആവശ്യമുള്ളവരുണ്ടാകാം, നമ്മുടെ ദേശങ്ങളിലുണ്ടാകാം, നമ്മുടെ ഇടവകളിലുണ്ടാകാം, നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിലുണ്ടാകാം. ഈ ലോകത്തിൽ അപ്രകാരമുള്ള ധാരാളം മക്കളുണ്ട്. ഈ രാത്രിയിൽ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ഒന്ന് ദയവ് ചെയ്ത് അടയ്ക്കാം. കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. ഈശോയെ, ലോകം മുഴുവൻ നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് കൃപ തരണമേ. വ്യക്തിപരമായൊന്ന് പ്രാർത്ഥിച്ച് ആത്മാക്കളെ നേടുവാനുള്ളൊരു ദാഹം തരണമേ. ഈശോയെ, നീ ശുശ്രൂഷകളുടെ അടിസ്ഥാനം ആത്മാക്കളുടെ രക്ഷയാണല്ലോ. 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അറിയാത്ത പാപത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ നാമം വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഈശോയെ എന്ന് വിളിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നഷ്ടമാകും ആത്മാവിനെ നേടുവാൻ കൃപ തരിക. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നഷ്ടമാകും ആത്മാക്കളെ ആത്മാവിനെ നേടുവാൻ കൃപ തരിക. നഷ്ടമാകും ആത്മാവിനെ നേടുവാൻ കൃപ തരിക. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം മൗനമായി നിന്ന് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പുക. ഈ ശുശ്രൂഷയിൽ ഈശോ നമ്മുടെ അടുത്തേക്ക് മഹത്വത്തോടെ കടന്നു വരുമ്പോൾ ശതാധിപനോട് പറഞ്ഞതവൻ ഓർക്കുക. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അത് പറഞ്ഞ കർത്താവാണ് ഈ അൾത്താരയിലേക്ക് ഇറങ്ങി വരുന്നത്. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഒരുപക്ഷേ നമ്മുടെ രോഗാവസ്ഥകൾ, നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ, ഈ ദിനങ്ങളൊക്കെയും ശാലോമിലേക്ക് ധാരാളം മെയിലുകൾ വരുന്നു, ഫോൺ കോളുകൾ. ഇപ്പോഴും അനേകരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇവിടെ കുഴുകിക്കൊണ്ടിരിക്കുക. നാളുകളായി പ്രാർത്ഥിക്കുന്നവർ, അവരെയും ഒന്നോർക്കണമേ. ആ ശതാധിപൻ്റെ റോളിൽ നമുക്കും ഒന്ന് നിൽക്കാം. ഈശോയോടൊന്ന് പറയാം, ഈശോയെ,
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ രാത്രിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ടല്ലോ ഈശോയെ. അവരുടെ ആവശ്യങ്ങളിലേക്ക് നീ കടന്നു വരണമേ. ഈ ആഗ്രഹത്തോടെ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുവാൻ നമുക്ക് ആദരപൂർവ്വം മുട്ടിന്മേൽ നിൽക്കാം. കണ്ണുകളൊക്കെ നടച്ച് കരങ്ങളൊന്ന് കൂപ്പി ഈശോയെ നമ്മുടെ അടുത്തേക്ക് നമ്മൾ ക്ഷണിക്കുക. ഈശോയെ സ്നേഹപൂർവ്വം വലിയ ദാഹത്തോടെ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുക. ഈശോ നമ്മോട് പറയുന്നുണ്ട്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം, ഞാൻ വന്ന് അവളെ ഇന്ന് സുഖപ്പെടുത്താം, ഞാൻ നിൻ്റെ കുടുംബത്തിലേക്ക് ഇന്ന് വരാം മകനെ മകളെ, ഞാൻ അവരെ ഒന്ന് സുഖപ്പെടുത്താം. ആ ഈശോയാണ് കടന്നു വരുന്നത്. ഞാൻ തന്നെയാണ് കർത്താവ്, ഞാൻ തന്നെയാണ് കർത്താവ്. മറ്റൊരു രക്ഷകനില്ല. യെശയ്യാ 43:11 അവൻ വെളിപ്പെടുത്തുകയാണല്ലോ, ഇതാ ഞാൻ തന്നെയാ കർത്താവ്, മറ്റൊരു രക്ഷകനില്ല എന്ന് പറഞ്ഞവൻ ഇതാ രക്ഷകനായി ഈ ആൾത്താരയിലേക്ക് കടന്നു വരുന്നു. നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിച്ച് ഈശോയെ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, വീട്ടിലൊരു അംഗമായി ഈശോയെ നമുക്ക് സ്വീകരിക്കാം. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, ഞങ്ങൾ ആരാധിക്കുന്നു. കണ്ണു തുറന്ന് ഈശോയെ നോക്കി ഒന്ന് പാടാമോ? അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. കരങ്ങൾ ഉയർത്തി കരങ്ങളൊന്ന് വീശി ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, രണ്ട് കരങ്ങളും ഒന്ന് ദിവ്യകാരുണ്യ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഇതാ ഈശോ നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ ഈശോയെ നമ്മൾ ഹൃദയപൂർവ്വം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ക്ഷണിക്കുക. ഈശോ എന്ന് ആഗ്രഹിക്കുക, നമ്മളിലേക്ക് കടന്നു വരാനാ, ഓരോ വ്യക്തിയിലേക്കും വസിക്കുവാൻ, ഓരോ കുടുംബങ്ങളുടെ ഭാഗമായി തീരുവാൻ. ഇതാ ദിവ്യകാരുണ്യമായി അവൻ ഈ അൾത്താരയിൽ നിറങ്ങി ഓരോ മക്കളുടെ അടുത്തേക്കും വരുവാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങളും അവൻ്റെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തി നീട്ടി പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് വിളിച്ച് ആരാധിക്കാമോ? യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈശോയേ ആരാധിക്കുന്ന കർത്താവേ, ഈശോയേ സക്കൈവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നതുപോലെ ഈശോയെ നീ വരണമേ. ലാസറിന്റെ കുഴിമാടത്തിലേക്ക് കടന്നു വന്നതുപോലെ ഈശോയെ നീ വരണമേ. ബെഥസ്ദാ കുളക്കടവിലേക്ക് അങ്ങ് കടന്നു വന്നതുപോലെ ഈ രാത്രിയിൽ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഈശോ നീ വന്നിടണേ, എൻ ഭവനത്തെ നേടിടുവാൻ. ചേർന്ന് പാടാം. ഈശോ നീ വന്നിടണേ, എൻ ഭവനത്തെ നേടിടുവാൻ. നീ വരണമെന്ന് ഈശോ
എൻ ഭവനത്തെ നേടിടുവാൻ. ആമേൻ ആമേൻ യേശുനാഥാ. കരങ്ങളൊന്ന് താളത്തിലടിച്ച് കണ്ണു തുറന്ന് ഈശോ എന്ന് കണ്ട് ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശി ഈശോയെ ആരാധിക്കാമോ? ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ഈശോയെ ആരാധിക്കുന്നു. എന്റെ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുക. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. സകല മാലാഖമാരോടും വിശുദ്ധ ഗണത്തോടും ചേർന്ന് ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു മഹത്വത്തിന്റെ കുഞ്ഞാടേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. ആമേൻ ആമേൻ. ആമേൻ യേശുനാഥാ. കരങ്ങളടിച്ച് ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ. ആമേൻ യേശുനാഥാ. യേശുനാഥാ. ആമേൻ ആമേൻ. ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ഹല്ലേലൂയ. യേശുവേ. നിത്യപിതാവേ. ഹല്ലേലൂയ. നിത്യപിതാവേ. മഹത്വത്തിന്റെ കുഞ്ഞാടേ നിത്യനായ ദൈവമേ സർവശക്തനായ തമ്പുരാനേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയുടെ ദിവികാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. എല്ലാ കണ്ണുകളും ഇതാ ദിവികാരുണ്യത്തിലേക്ക് ഉയരട്ടെ. ദൈവത്തിൻ്റെ പാദാന്തികത്തിൽ ഇരുന്ന് ഈശോയിലേക്ക് നോക്കിയ മറിയത്തെ പോലെ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും ദേവാലയം വിട്ടുപോകാതെ പ്രാർത്ഥനയായിരുന്ന അപ്പസ്തോലന്മാരെ പോലെ എല്ലാം മറന്ന് ദിവികാരുണ്യത്തിലേക്ക് നോക്കാം. ഈ ദിവികാരുണ്യത്തിൽ നിന്ന് ഈശോ നിന്നിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷം, നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷം, ഈശോയെ അഗ്നിയായ എന്നിലേക്ക് ഇറങ്ങണമേ, അഭിഷേകമായ എന്നിലേക്ക് ഇറങ്ങണമേ, അനുഗ്രഹമായ എന്നിലേക്ക് ഇറങ്ങണമേ, സൗഖ്യമായ എന്നിലേക്ക് ഇറങ്ങണമേ, വിടുതലായ എന്നിലേക്ക് ഇറങ്ങണമേ, സ്വർഗത്തിന്റെ അഭിഷേകം എന്നിൽ ഒഴുകട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ഈശോ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. സ്വർഗം താണിറങ്ങട്ടെ. ഈശോ അഭിഷേകമായി നീ എൻ വാഴേണമേ, സൗഖ്യമായി നീ എന്നിൽ വാഴേണമേ. അഭിഷേകമായി നീ എൻ വാഴേണമേ, സൗഖ്യമായി നീ എന്നിൽ വാഴേണമേ. അഭിഷേകമായി നീ എൻ വാഴേണമേ, സൗഖ്യമായി നീ എന്നിൽ വാഴേണമേ. ശക്തിയായി നീ എന്നിൽ വാഴേണമേ, ശാന്തിയായി നീ എന്നിൽ വാഴേണമേ. ശക്തിയായി നീ എന്നിൽ വാഴേണമേ,
ശിഷ്യന്മാരുടെ വഞ്ചിയിലേക്ക് താണിറങ്ങിയ കർത്താവേ, ഇതാ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിൽ നമ്മുടെ ജീവിതം തകരുന്ന ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മുടെ കുടുംബത്തിൻ്റെ മുമ്പിലുണ്ടോ, എല്ലാ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈശോയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മർത്തായുടെ മറിയത്തിൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പത്രോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് അവന്റെ അമ്മയെ സൗഖ്യപ്പെടുത്തിയ അതേ അഭിഷേകം നൽകാൻ കർത്താവേ, എൻ്റെ കുടുംബത്തിലെ രോഗത്തിന്റെ കെട്ടുകൾ അഴിക്കാൻ എൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. സക്കേവോസിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് രക്ഷ പകർന്ന കർത്താവേ, എൻ്റെ കുടുംബം രക്ഷപേറുന്ന ഭവനമായി മാറാൻ എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് താണിറങ്ങണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയെ പരിശുദ്ധ അമ്മയോടും ഔസപിതാവിനോടും ഉണ്ണീശോയോടും ചേർന്ന് നിന്ന് തിരുക്കുടുംബം പോലെ എൻ്റെ കുടുംബം രൂപാന്തരപ്പെടാൻ നിന്റെ സന്നിധിയിലേക്ക് എൻ്റെ കുടുംബത്തെ ഉയർത്തുന്ന കർത്താവേ, നീ താണിറങ്ങണമേ എന്ന പ്രാർത്ഥനയോടെ രണ്ട് കരങ്ങൾ ഉയർത്തി കുടുംബത്തിന്റെ അകത്തളങ്ങളിലേക്ക്, നീറുന്ന പ്രശ്നങ്ങളിലേക്ക്, തോരാത്ത കണ്ണുനീരിലേക്ക്, ഈശോയെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിലേക്ക് അങ്ങ് താണിറങ്ങണമേ. ഈശോ വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ, തീഷ്ണതയോടെ വിളിച്ചേ, ദാഹത്തോടെ വിളിച്ചേ, അഭിഷേകത്തോടെ വിളിച്ചേ, നിന്റെ കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷം ഈശോയെ, ഈശോയെ നിന്റെ അഗ്നി ഇറങ്ങട്ടെ, നിന്റെ അഗ്നി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ കുടുംബത്തിൽ വരേണമേ, രാജാതിരാജാവായി വാഴേണമേ. 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 ഈശോയുടെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അപ്പസ്തല പ്രവർത്തനം 2-ാം അധ്യായം 35-ാം വചനം ഇപ്രകാരം പറയും: ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കും. ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലുള്ള ഏത് തിന്മയുടെ കെട്ടുകളും അഴിക്കാൻ രാജാതിരാജനായി ഈശോ നിന്റെ കുടുംബത്തിലേക്ക് താണിറങ്ങും. അധിപതിയായി എൻ്റെ കുടുംബത്തെ ഭരിക്കാൻ നീ കടന്നു വരണമേ. നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. നിന്റെ ശത്രുക്കളെ കീഴടക്കാൻ ദൈവം ഒന്നേ പറയുന്നുള്ളൂ: നീ എൻ്റെ പാദാന്തികത്തിലിരുന്നാൽ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി നിന്റെ കുടുംബത്തെ തകർക്കുന്ന എല്ലാ തിന്മയുടെ, പൈശാചികതയുടെ, സാത്താന്റെ കെട്ടുകളെ അഴിക്കാൻ കർത്താവ് നിന്റെ കുടുംബത്തിൽ ഭരണം നടത്താൻ ഇറങ്ങി വരും. ഈശോയുടെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്താം. ഈശോയെ, നിന്റെ പാദാന്തികത്തിൽ എന്നതുപോലെ ഈ ദിവികാരുണ്യത്തിന്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈശോയെ, നീറുന്ന പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കുന്ന എല്ലാ പ്രതിസന്ധിയിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ എല്ലാ കുടുംബത്തിന്റെ അവസ്ഥകളെ ഉയർത്താം. മക്കളെ ഉയർത്താം, ജീവിത പങ്കാളിയെ ഉയർത്താം, മാതാപിതാക്കളെ ഉയർത്താം, വരുമാന മാർഗമില്ലാത്ത നിസ്സഹായ അവസ്ഥയെ ഉയർത്താം. എല്ലാം കാണുന്ന ദൈവമേ, നിന്റെ അനന്തമായ പദ്ധതി പ്രകാരം രൂപം കൊണ്ട കുടുംബത്തെ നീ നയിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗം താണിറങ്ങട്ടെ, ദൈവ സാന്നിധ്യം നിറയട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ,
കുഞ്ഞാടിനെ ആരിലും ഉന്നതനേ. സ്വർഗം താണിറങ്ങുന്ന നിമിഷം, അഭിഷേകമായ ദൈവശക്തി നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷം, മാലാഖമാരോട് ചേർന്ന് സ്വർഗവാസികളോട് ചേർന്ന് എന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി വരണമേ കർത്താവേ. നിന്റെ നാമം ഉയർത്തി കാണിക്കാൻ ഈശോയെ ഞങ്ങളെ അഭിഷേകം ചെയ്യാൻ, നിന്റെ നാമത്തെ ഉയർത്തി കാണിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്ന മനസ്സോടെ ദിവികാരുണ്യത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനേ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനേ. ഈശോയെ, മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്ന ദൈവമേ, നിന്നെ ധരിക്കുവാൻ, ഈശോ നിന്നോട് ഐക്യപ്പെടുവാൻ ഞങ്ങൾ സ്വീകരിച്ച സ്നാനത്തിന്റെ അഭിഷേകം, ഈശോയെ മാമോദീസായുടെ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയേ, എല്ലാ കണ്ണുകളും ദിവ്യകാരുണ്യത്തിലേക്ക് ഉയരട്ടെ. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വചന പ്രകാരം പറയും, നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ നീ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ഓർക്കുക, വിശ്വാസത്തെ നിന്നിൽ ആദ്യം മനസ്സിൽ പതിഞ്ഞ ഒരു വിശ്വാസമുണ്ട്. ഈശോ ഏറ്റുപറഞ്ഞ്, ഇതാ കൂദാശകളിലൂടെ നീ സ്വീകരിച്ച വിശ്വാസം, കുഞ്ഞുനാളിൽ ഇന്നേ വരെ നമ്മെ വിശ്വാസത്തിലേക്ക് നയിച്ചവര്, നമുക്ക് വേണ്ടി വില കൊടുത്തവര്, നമുക്ക് വേണ്ടി ആദ്യമായി ഈശോയുടെ മുഖം കാണിച്ചു തന്നവര്, ഇതാ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ എല്ലാം നമ്മിൽ പതിഞ്ഞ വിശ്വാസം ആഴമായി എന്നിൽ ജ്വലിക്കട്ടെ കർത്താവേ. അവസാനം വരെ ഞാൻ സ്വീകരിച്ച വിശ്വാസം എന്നിൽ കത്തി ജ്വലിക്കാൻ ഒരു അഗ്നിയായി എന്നിൽ നിറയണമേ എന്ന പ്രാർത്ഥനയോടെ 2 കരങ്ങളും നമുക്ക് ഉയർത്താം. സോളമൻ പ്രാർത്ഥിച്ച പോലെ, ഏലിയ പ്രാർത്ഥിച്ച പോലെ, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച പോലെ, പരിശുദ്ധമ്മ പ്രാർത്ഥിച്ച പോലെ, ഈശോയെ അഗ്നി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യം രണ്ട് കരങ്ങളും ശിരസിലേക്ക് നമുക്ക് വെക്കാം. ശിരസ് മുതൽ കാൽപാദം വരെ ശരീരത്തിലെ ഓരോ തുള്ളി രക്തത്തിലേക്ക്, ഓരോ നാഡിഞരമ്പുകളിലേക്ക്, ഓരോ അസ്ഥികളിലേക്ക്, ഓരോ ആന്തരികവും ബാഹ്യമായ അവയവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം താണിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം അടിമത്തങ്ങൾ നമ്മുടെ ചിന്തയിൽ ഇതാ കെട്ടായി കിടക്കുന്നുവോ, ഇതാ നമ്മുടെ ബുദ്ധിയിലെ കെട്ടുകൾ അഴിയാൻ, ഈശോയെ ഞങ്ങളുടെ ചിന്തയിലുള്ള കെട്ടുകൾ അഴിയാൻ, ഞങ്ങളുടെ ആത്മാവിലെ കറകൾ കഴുകപ്പെടാൻ, ഞങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾ തിരുമുറിവായി മാറാൻ, ഞങ്ങളുടെ ശരീരത്തിന്റെ രോഗങ്ങളിൽ നിന്റെ സൗഖ്യശക്തി വ്യാപരിക്കാൻ തിരക്തം ഒഴുകട്ടെ കർത്താവേ. തിരുമുറിവാൽ എന്നെ സ്പർശിക്കണമേ. നിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന യഹോവയാണെന്ന് അരുൾ ചെയ്ത കർത്താവേ, നിന്നിൽ നിന്ന് ശക്തി ഒഴുകട്ടെ. രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് എന്റെ ശരീരത്തിലേക്ക് അങ്ങ് പകരണമേ കർത്താവേ.
ദാഹിച്ച് പ്രാർത്ഥിച്ചേ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ, ഉരുകുന്ന മനസ്സോടെ പ്രാർത്ഥിച്ചേ. രോഗികളെ സുഖപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇതാ ഈ സമൂഹത്തിന്റെ മേലെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലെ ഇതാ കർത്താവ് പകരുന്നു. ഈശോയെ, 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 നീ എന്നെ തൊടണമേ കർത്താവേ. എന്റെ രോഗങ്ങൾ ഏറ്റെടുക്കണമേ. രോഗിക്ക് വൈദ്യനായവനെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന യഹോവയാണെന്ന് അരുൾ ചെയ്ത കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നിന്റെ രക്തത്താൽ സുഖമാക്കണേ, സുഖമാക്കണേ. 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 യേശുവേ നിന്റെ രക്തത്താൽ. മാറാ രോഗങ്ങളുടെ മേല് ദൈവശക്തി വ്യാപരിക്കുന്ന നിമിഷമാണ് കർത്താവ്. ഈ കാലയളവില്, ഈ കാലഘട്ടത്തിൽ ഇതാ ഏതെല്ലാം രീതിയിൽ രോഗാണുക്കൾ ഈശോയെ ലോകം മുഴുവനെയും ഇതാ പിടിച്ചു കുലുക്കുന്നുവോ, ഈശോയെ പകർച്ചവ്യാധിയെ നീ ശാസിക്കണമേന്ന്, പകർച്ചവ്യാധികളുടെ മേൽ നീ കരം നീട്ടണമേന്ന്. മാറാ രോഗങ്ങളുടെ മേല് ഈശോയെ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന്. ഈശോയെ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, മനുഷ്യന് അസാധ്യമായ ദൈവശക്തി വെളിപ്പെടട്ടെ കർത്താവേ. ഞാൻ സകലമർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് അരുൾ ചെയ്ത ദൈവമേ, നിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. വിടുതൽ തരൂ, വിടുതൽ തരൂ. യേശുവേ നിന്റെ രക്തത്താൽ വിടുതൽ തരൂ, വിടുതൽ തരൂ. യേശുവേ നിന്റെ രക്തത്താൽ വിടുതൽ തരൂ, വിടുതൽ തരൂ. യേശുവേ നിന്റെ രക്തത്താൽ. ആക്സിഡന്റിൽ പെട്ട് ബെഡ് റിഡനായി കിടക്കുന്ന ഒരു യുവാവിനെ കർത്താവ് ഈ നിമിഷം സുഖപ്പെടുത്തുന്നുണ്ട്. കോവിഡ് വന്ന് ഇതാ അതിൻ്റെ പരിണിത ഫലമായി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ള 336 പേരെ കർത്താവ് സൗഖ്യം നൽകുന്നു. ജോലിയില്ലാത്ത 91 പേർക്ക് ഇതാ ജോലി തടസ്സം മാറ്റി ഇതാ വിദേശത്ത് ജോലി മേഖലകൾ കർത്താവ് ഒരുക്കുന്നു. വിവാഹ തടസ്സം മാറ്റി 8 പേരെ കർത്താവ് ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിപ്പിക്കുക. 2 കരങ്ങൾ ഉയർത്താം. നിന്റെ ജീവിതത്തിന്റെ ഏത് നിയോഗവുമായിട്ടാണ് ഇന്ന് ഈ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിന്റെ മുമ്പിൽ നീ ആയിരിക്കുന്നത്? ഈശോയെ, എന്നിലേക്ക് നോക്കണമേ കർത്താവേ. സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി ഇറങ്ങിയെങ്കിൽ, ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി ഇറങ്ങിയെങ്കിൽ, അപ്പസ്തോലന്മാർ പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയെങ്കിൽ, കർത്താവേ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന അഗ്നി ഈ നിമിഷം, ഈശോയെ വിടുതൽ നൽകുന്ന അഗ്നി ഈ നിമിഷം എന്റെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദിവികാരുണ്യത്തിലേക്ക് നോക്കി ഈശോയെ വിളിച്ച മക്കളെ, എന്റെ ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. അഗ്നി ഇറക്കണമേ, അഗ്നി ഇറക്കണമേ, അഗ്നി ഇറക്കണമേ. രക്ഷകനീശോയേ, അഗ്നി ഇറക്കണമേ.
വർഷങ്ങളായി വീൽ ചെയറിൽ കഴിയുന്ന ഒരാൾക്ക് വലിയ പ്രത്യാശ നൽകി ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ ഇടപെടലുകൾ നൽകുന്നു. ഹൃദയ സംബന്ധമായ അസുഖമുള്ള, ഹാർട്ടിന് ബ്ലോക്കുള്ള 6 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. വീഴ്ചയുടെ ഫലമായി നട്ടെല്ലിന് പരിക്ക് പറ്റിയ 38ഓളം പേർക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വഴി കർത്താവിൻ്റെ വലിയ ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ജോലിയിൽ സ്ഥിരതയില്ലാത്തത് കൊണ്ട് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന 64 പേർക്ക് ജോലിയിൽ സ്ഥിരത നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. 118 ശുശ്രൂഷകരെ കർത്താവ് പുതിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും കരങ്ങൾ ഉയർത്താം. ഈശോയെ, ഒരു അഗ്നി ഇറങ്ങട്ടെ കർത്താവേ. ഓരോ കുടുംബനാഥന്മാരുടെ മേല്, ഓരോ കുടുംബനാഥകളുടെ മേല്, ഓരോ യുവതി യുവാക്കളുടെ മേല്, ഓരോ കുഞ്ഞു മക്കളുടെ മേല്, ഓരോ കൂട്ടായ്മകളുടെ മേല്, ഓരോ ഇടവക സമൂഹങ്ങളുടെ മേല്, ഓരോ റീത്തുകളുടെ മേല്, ആഗോള സഭയുടെ മേല്, ഭാരത സഭയുടെ മേല്, കേരള സഭയുടെ മേല് നിന്റെ അഗ്നി ഇറങ്ങട്ടെ. ദാഹിച്ച് പ്രാർത്ഥിച്ച മക്കളെ, തിരുസഭ ഉണരട്ടെ, തിരുസഭ ജനിക്കട്ടെ, ഓരോ കുടുംബങ്ങൾ ജനിക്കട്ടെ, ഓരോ യുവതി യുവാക്കൾ ജനിക്കട്ടെ. കത്തുന്ന തീപ്പന്തങ്ങളാക്കി മാറ്റണമേ കർത്താവേ. ആദിമ സഭ പോലെ സഭ ജനിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് മുട്ടുമേലായിരിക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ട്യൂമറുള്ള ഒരാളെ കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. തലവേദന 32 പേർക്ക്, തലവേദനയുടെ അസ്വസ്ഥതയുള്ള 32 പേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. ഈശോയുടെ ദിവികാരുണ്യത്തിലേക്ക് നോക്കി ഒരു സ്നേഹിതനോട് എന്നതുപോലെ ഈ തമ്പുരാനോട് യാചിച്ചേ, നിനക്ക് എന്താ വേണ്ടത് ചോദിക്കുവിൻ. നാം പ്രതീക്ഷിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ ശക്തനാണ് നമ്മുടെ ദൈവമെങ്കിൽ, എൻ്റെ ഈശോയെ, എൻ്റെ ഈ ആവശ്യത്തിൻ്റെ മേൽ നീ ഇറങ്ങി വരണമേന്ന് ഉരുകുന്ന മനസ്സോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. നീ എവിടെയായിരുന്നാലും ഈ ശുശ്രൂഷയുടെ ഭാഗമായി നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലയത്തിൽ വെളിപ്പെട്ട മഹത്വത്തിൻ്റെ അഭിഷേകം, ഈ ശുശ്രൂഷയിലൂടെ പകരപ്പെടാൻ ഈശോ ആഗ്രഹിക്കുന്ന അഭിഷേകത്തിൽ നീയും പങ്കുപറ്റുകൊണ്ടിരിക്കുക. കർത്താവേ, ഈ ദിവികാരുണ്യത്തിൽ നിന്ന് ഈശോ ഓരോ മക്കളെ നീ തൊടണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ആവശ്യങ്ങൾ പോലെ ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവികാരുണ്യത്തിലേക്ക് നോക്കി നമുക്ക് ഒരുങ്ങുന്ന മനസ്സോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ പേര് പറഞ്ഞ് ഈശോയ്ക്ക് കൊടുക്കാം. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്ന ദൈവമേ, ഈശോയെ, നിന്റെ കരുണ ഞങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേകം എനിക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം
നിത്യമഹോന്നതം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ. മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതം നീ. നിത്യമഹോന്നതം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. രണ്ട് കരങ്ങളും ദിവ്യകാനസനിലേക്ക് ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് ഈശ്വസ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. നിങ്ങളെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവമേ, നിന്നെ വാഴ്ത്തുന്നു. നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ച ഈശോയെ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈശോയെ നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി നാഥ, നന്ദി നാഥ, നിന്റെ സ്നേഹത്തിനാ. നന്ദി നാഥ, നന്ദി നാഥ, നിന്റെ സ്നേഹത്തിനാ. നന്ദി നാഥ, നന്ദി നാഥ, നിന്റെ സ്നേഹത്തിനാ. നന്ദി നാഥ, നന്ദി നാഥ, നിന്റെ സ്നേഹത്തിനാ.